ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ട് ഒരു ചിക്കൻ്റെ ഫ്രൈയും ആയിട്ടാണ്. സൈഡ് ഡിഷായിട്ടും നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും എല്ലാം കറിയില്ലാതെ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അതിന് വേണ്ടി ആദ്യം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ടുള്ളൂ. ഇനി ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കന് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു മസാല തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുക. ഞാൻ തൈരൊന്നും ഇട്ടിക്കില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല നന്നായിട്ട് കുടിച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കന് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അധികം ഡ്രൈ ആയിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് വന്ന് നമുക്കിത് മാറ്റാം. ബാക്കി നമുക്ക് മസാലയിൽ നിന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ആ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കളയണ്ട, അതന്നെ യൂസ് ചെയ്യാം. ഇനി ഇത് മീഡിയം സൈസ് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതലൊന്നും ക്യാപ്സിക്കം വേണ്ട, ഒരു ചെറിയ ഇതിൻ്റെ പകുതി ഭാഗം മാത്രം മതി. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള 3 സവാള എടുത്തത്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ വെന്തടിയേണ്ട ആവശ്യമൊന്നുമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. സവാളേൻ്റെ ആ ഒരു കളറും പിന്നെ ആ പച്ച മണം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് അങ്ങനെ കുക്കായിട്ടൊന്നുമില്ല, നമ്മൾ ചിക്കൻ ആ ഫ്രൈ ചെയ്ത ആ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത് സവാളക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഞാൻ ചതച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചതക്കണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ നടുക്കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണവും ചൊവ്വയെല്ലാം മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ അത്ര ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ 2 തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. നീളത്തിൽ അരിഞ്ഞതിനെ കുറച്ച് കാണാനുണ്ടാവും, നല്ല ഉണ്ടാവും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ക്വാണ്ടിറ്റി ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാം ഒന്ന് കൂട്ടണം. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടിയെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് ചിക്കനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാം നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയുള്ള ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണ് ഇത്. നമുക്ക് ബീഫിനെ കൊണ്ടും മട്ടനെ കൊണ്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഗ്രേവി ഒന്നും നിർബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൂട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോഴാണ് ഉപ്പിടുന്നത്, നേരത്തെ ഒന്നും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഉപ്പ് കൂടിപ്പോണ്ട, ശ്രദ്ധിക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ തക്കാളിയും ക്യാപ്സിക്കവും
സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മസാല, ഗരം മസാല ഒന്നും ആഡ് ആക്കുന്നില്ല. അപ്പോൾ അതെല്ലാം അധികം ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ മസാല കുത്ത് മാത്രമേ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അങ്ങനെ കുറേയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവർ ചെറിയൊരു ക്വാണ്ടിറ്റിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നന്നായിട്ട് ചിക്കനും ആ സവാളയും മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. ഇനി ഇതിൽ മെയിനായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. എനിക്ക് ചിക്കൻ്റെ ഏത് റെസിപ്പി ആയാലും എനിക്ക് കെച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഒഴിവാക്കാം. എന്നിട്ട് വേണമെങ്കിൽ തക്കാളി പേസ്റ്റ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി വന്ന് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ ലാസ്റ്റ് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർക്കുക. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അധികവും ഉണ്ടാക്കുന്നൊരു എളുപ്പപ്പണിയാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. നമ്മൾ ചപ്പാത്തീൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. എരിവെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ എല്ലാവരും അഭിപ്രായം പറയാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഇഷ്ടം എന്നുള്ളത് കമൻസിലൂടെ പറയുക. ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.